സമാന്തര ഉദ്ഘാടനം എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിന്റെ കുത്തകയല്ല. ഇനി അദ്ദേഹം പറയുന്ന ന്യായവാദം എന്ന് പറയുന്നത് പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു എന്നുള്ളത് ഒരു വസ്തുതീയമാണ്. വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിന് എന്തേ ഒരു കേന്ദ്ര മന്ത്രിയെ ഒന്ന് ലഭിക്കുമെന്ന് പരിശ്രമിക്കാതെ പോയത്? ഉദ്ഘാടനത്തിനുള്ള രാഷ്ട്രീയ മര്യാദ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് BJP പഠിപ്പിക്കുമ്പോൾ, ഇത്തരത്തിൽ താങ്കളുടെ കഴിഞ്ഞകാല പ്രവൃത്തികളൊന്ന് പരിശോധിക്കണം, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കണം. നമസ്കാരം. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ദേശീയപാതയിലൂടെ കഴിഞ്ഞ ദിവസമാണ് സമാന്തരമായി റോഡ് ഷോയും ഉദ്ഘാടനവും നടത്തിയത്. അതിന് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി. 100% കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് കോഴിക്കോട് നിർമ്മിക്കുന്ന വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ യാതൊരു പ്രതിനിധിയും ക്ഷണിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് BJP സമാന്തരമായി ഉദ്ഘാടനം നടത്തിയത്. ഇപ്പൊ നമ്മളോടൊപ്പം BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു ഉണ്ട്. ചേട്ടാ, ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമാന്തര ഉദ്ഘാടനത്തിലേക്ക് നിങ്ങൾ നീങ്ങാനുണ്ടായ സാഹചര്യം? അതിലെ ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത്, സമാന്തര ഉദ്ഘാടനം എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിന്റെ കുത്തകയല്ല. അത് പറയാൻ കാരണം 65,000 കോടി രൂപയിൽ 60,000 കോടി രൂപയും കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിച്ച് ഒരു ദേശീയപാത കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് ലഭിച്ച് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന്റെ മഹത്വം കളങ്കപ്പെടുത്താൻ വേണ്ടി സ്വന്തം നാട്ടിൽ വന്ന് ഒരു സമാന്തര ഉദ്ഘാടനം നടത്തിയിട്ടുള്ള ആളാണ് മുഹമ്മദ് റിയാസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ പരിപാടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബഹുമാന്യനായിട്ടുള്ള നമ്മളെ കേരളത്തിന്റെ മൊത്തം പ്രതിനിധിയായിട്ടുള്ള മുഖ്യമന്ത്രിയുണ്ട്. ഇനി അദ്ദേഹം പറയുന്ന ന്യായവാദം എന്ന് പറയുന്നത് പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു എന്നുള്ളത് ഒരു വസ്തുതീയമാണ്. അതേ മുഹമ്മദ് റിയാസിനോട് 65,000 കോടി രൂപയിൽ 5,000 കോടി എന്ന തുച്ഛമായ ഒരു തുക കൊടുത്തതിന്റെ പേരിൽ ദേശീയപാത ഉദ്ഘാടനത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന മുഹമ്മദ് റിയാസിന്റെ മുഖത്ത് നോക്കി ഞങ്ങൾ ചോദിക്കുന്നത്, ഇതേ മുഹമ്മദ് റിയാസിന്റെ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ അദ്ദേഹത്തിന് ചുമതലയുള്ള ജില്ലയിൽ 2,17,40,000 രൂപ മുഴുവൻ നരേന്ദ്രമോദി കൊടുത്തിട്ടുള്ള കോഴിക്കോട് ജില്ലയിൽ പാവമണി റോഡിൽ സിറ്റിയിൽ പ്രാണിജന്യ രോഗങ്ങളെ തടയാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിന് എന്തേ ഒരു കേന്ദ്ര മന്ത്രിയെ ഒന്ന് ലഭിക്കുമെന്ന് പരിശ്രമിക്കാതെ പോയത്? ഇനി അങ്ങനെ ലഭിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല, എന്തേ ഈ പരിസരം ജില്ലയിലൊക്കെ രാജ്യസഭ MPമാരുണ്ടല്ലോ BJPക്ക്, അവരെ വിളിച്ചില്ല? അപ്പോ കേന്ദ്ര ഗവൺമെന്റ് നിർമ്മിച്ച പാതയിൽ തുച്ഛമായ ഒരു പണം കൊടുത്തിടത്ത് മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തതിന്റെ പേരിൽ എല്ലാവരും ബഹിഷ്കരിച്ചപ്പോ സ്വാഭാവികമായിട്ടും ജനങ്ങൾ നല്ല നട്ടെല്ല് നടുപ്പുറത്ത് തന്നെയുള്ള പൊതുസമൂഹം ഇവിടെ ഉണ്ട്, പ്രതികരിക്കും. ഇങ്ങനെ പോയാൽ സമീപകാലത്ത് ഞങ്ങൾ കുറച്ച് രാഷ്ട്രീയ മാന്യതയുള്ളവരായതുകൊണ്ടാ ഈ മുഹമ്മദ് റിയാസും MP രാജേഷും അതേപോലെ തന്നെ സജി ചെറിയാനും കോഴിക്കോട് വന്ന് 3 മന്ത്രിമാർ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പദ്ധതിയെല്ലാം കേന്ദ്രത്തിന്റെ പദ്ധതിയാ. ബീച്ചില് സ്ട്രീറ്റ് വെണ്ടേഴ്സിന് വേണ്ടി 100ഓളം പെട്ടിക്കടകൾ എന്തായാലും മുഹമ്മദ് റിയാസെ കേന്ദ്ര പദ്ധതിയല്ലേ? ഇവിടെയുള്ള സെൻട്രൽ മാർക്കറ്റിനുള്ള 55 കോടി കേന്ദ്രത്തിന്റെ പദ്ധതിയല്ലേ? ഇങ്ങനെ കോഴിക്കോട് നിങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള 24 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ മുഴുവൻ പണവും കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? അപ്പൊ അതിനൊന്നും എന്തേ നിങ്ങൾ കേന്ദ്രമന്ത്രിയെ വിളിക്കാതെ പോയത്? അപ്പൊ റിയാസിനോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളൂ, ഉദ്ഘാടനത്തിനുള്ള രാഷ്ട്രീയ മര്യാദ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് BJP പഠിപ്പിക്കുമ്പോൾ, ഇത്തരത്തിൽ താങ്കളുടെ കഴിഞ്ഞകാല പ്രവൃത്തികളൊന്ന് പരിശോധിക്കണം, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് ഇനി ഒരു കാര്യം മുഹമ്മദ് റിയാസിനോട് പറയുന്നു, നിങ്ങളുടെ ന്യായവാദം ശരിയാണെങ്കിൽ ഇനി കോഴിക്കോട് ജില്ലയിൽ മുഹമ്മദ് റിയാസിനെ ഉദ്ഘാടനം ചെയ്യാൻ, കേരളത്തിലെ മന്ത്രിമാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഒന്നുമില്ല. കാരണം ഇവിടെ ഇനി ഉദ്ഘാടനം ചെയ്തതും ചെയ്യാൻ പോകുന്നതും എല്ലാം കേന്ദ്ര പദ്ധതിയാണ്, നരേന്ദ്രമോദിയുടെ കയ്യൊപ്പുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സ്വയം അപഹാസ്യനായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കപട നാടകങ്ങൾ അല്ലെങ്കിൽ മലർന്നു കിടന്ന് തുപ്പുന്നതൊന്ന് ഒഴിവാക്കണം. അതിനിടയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം BJPയുടെ ദേശീയ അധ്യക്ഷന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു പരാമർശം വലിയ രീതിയിൽ വിവാദമാക്കുന്നുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർജി ഈ മരുമോനെ വിളിക്കണമെന്ന് ചോദിച്ചത് വലിയ വിവാദമാക്കണം. അത്തരം വിവാദങ്ങളോട് നിങ്ങൾക്ക് എങ്ങനെയാണ്? അല്ല, രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞതിൽ എന്താ തെറ്റ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സ്റ്റേറ്റിന്റെ റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ ക്ഷണിക്കും. അങ്ങനെ ഒരു ആഴ്ച മുന്നേ ക്ഷണിച്ചപ്പോ എന്റെ മരുമകനെ അതിൽ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് നല്ല ബോധ്യമുണ്ടല്ലോ.
ആ ഇൻവൈറ്റേഷനിൽ, മുഖ്യമന്ത്രിയെ ക്ഷണിച്ച ഇൻവൈറ്റേഷനിൽ മുഹമ്മദ് റിയാസ് ഇല്ല എങ്കിൽ എന്റെ മരുമകനെയും കൂടി ക്ഷണിക്കണമെന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. അപ്പൊ എന്താ അത് പറയാത്ത? ഇതല്ലേ രാജീവ് ചന്ദ്രശേഖർജി ചോദിച്ചത്. ഇനി രാജീവ് ചന്ദ്രശേഖർജി എങ്ങനെ കയറി ഇരുന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിനുള്ള ഉത്തരം കൃത്യമായിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർജി മുൻ കേന്ദ്രമന്ത്രിയാണ്. ഞാൻ CPIM-ന്റെ നേതൃത്വത്തെയും മുഹമ്മദ് റിയാസിനെയും വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ഇതേപോലുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ചില ഉദ്ഘാടന പരിപാടിയിൽ, അത് ടൂറിസത്തിൻ്റെതാകട്ടെ സാംസ്കാരിക വകുപ്പിൻ്റെതാകട്ടെ, നിങ്ങളുടെ നേതാക്കളെ ഇവിടെ എവിടെയും അങ്ങനെ ക്ഷണിച്ചിട്ടില്ല, ഇരുത്തിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കാം. കണ്ണൂരിലുള്ള KK രാഗേഷ് MP അല്ലാത്ത കാലത്ത് ഇരുന്നിട്ടുണ്ട്. നിങ്ങളുടെ പല നേതാക്കളും കേരളത്തിൽ ഇരുന്നിട്ടുണ്ട്. എം വി ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയും അല്ലാത്ത കാലത്ത് ഇതേപോലെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു സ്വാഭാവികമാണ്. രാജീവ് ചന്ദ്രശേഖർ ഇരുന്നത്, അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള അർഹതയുണ്ട്. ഇനി രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞത് ഇങ്ങനെ ഒരു 65,000 കോടി രൂപയിൽ ഒരു 5,000 കോടി കൊടുത്തതെന്ന് കുടുംബക്കാരെ മുഴുവൻ അങ്ങനെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പോയിട്ട് ഇരുത്തിക്കാനൊന്നും പറ്റില്ല, ഇനി എന്റെ മരുമകനും കൂടി വേണം എന്നുള്ള വാശിയുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു. ആ അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി അതിനെ.